ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ സ്നേഹിതരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വചനത്തില് നാം ഇപ്രകാരം വായിക്കുന്നു: ഒരുവൻ ജെറുസലേമിൽ നിന്നും ജെറീക്കയിലേക്ക് യാത്ര പോകുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവന്റെ വസ്ത്രം ഉരിഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവരെ, യാത്രക്കാരൻ യാത്ര പുറപ്പെട്ടത് ദൈവ സാന്നിധ്യത്തിന്റെ നഗരം എന്ന് വിശേഷിപ്പിക്കുന്ന ജെറുസലേമിൽ നിന്നാണ്. അവൻ പോകുന്നതോ ലോകത്തിന്റെ ആയിട്ടുള്ള സുഖത്തിന്റെ ഏറ്റവും വലിയ അടയാളമായിട്ടുള്ള ജെറീക്കോയിലേക്കാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിൽ നിന്നും ലോകത്തിലേക്കുള്ള ഒരു നോട്ടവും ഒരു ലക്ഷ്യവും ഒരു യാത്രയും. ഇനി ഈ യാത്രയിലാണ് അവൻ കവർച്ചക്കാരുടെ കയ്യിൽ പെടുന്നത്. ദൈവത്തിൽ നിന്നും അകന്നു പോകുന്തോറും ശത്രുവിന്റെ അല്ലെങ്കിൽ ശത്രുവായ പിശാചിന്റെ കയ്യിൽ പെടുകയും ഇനി അവരുടെ കയ്യിൽ നിന്നെ തന്നെ കൊടുക്കുമ്പോഴും എന്താണ് സംഭവിക്കുന്നത്? നിന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. മാമോദിസയിലൂടെ നിനക്ക് നൽകപ്പെട്ട വിശുദ്ധിയുടെ ആ വസ്ത്രം ഉരിഞ്ഞെടുക്കുകയാണ്. ധൂർത്തപുത്രന്റെ ഉപമയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ധൂർത്തപുത്രൻ പിതാവിന്റെ പക്കലേക്ക് തിരിച്ചു വരുമ്പോൾ അവന് നല്ല വസ്ത്രങ്ങളാണ് കൊടുക്കുന്നത്. അവൻ ആ വിശുദ്ധിയിൽ നിന്നും അശുദ്ധിയിലേക്ക് പോയി വീണ്ടും തിരിച്ചു വരുമ്പോൾ, ദൈവത്തിന്റെ പിതാവിലേക്ക് വരുമ്പോൾ പിതാവ് അവനെ വിശുദ്ധീകരിക്കുകയാണ്. ദൈവം അവനെ വിശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത യാത്രയിലും ദൈവത്തിൽ നിന്നും അകലുമ്പോൾ ആ വിശുദ്ധി നമ്മളിൽ നിന്നും നഷ്ടപ്പെടുകയാണ് ചെയ്യുക. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധിയോടുകൂടി ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.